നമസ്കാരം. ക്രൈസ്തവരെ പോലും തള്ളുന്ന കോൺഗ്രസ് നിലപാട്. യഥാർത്ഥത്തിൽ എന്താണ് കോൺഗ്രസിന്റെ അജണ്ട? വഖഫ് ഭേദഗതി ബില്ലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടാണ് ഈ ചോദ്യം വരാൻ കാരണം. വർഷങ്ങളായി, അതായത് പതിറ്റാണ്ടുകളായി കോൺഗ്രസ് ജയിക്കുന്നതും അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നതും ക്രൈസ്തവർ തന്നെയാണ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് കൂടി അത് തെളിഞ്ഞ കാര്യമാണ്. തിരുവനന്തപുരത്ത് മുന്നിൽ നിന്നിരുന്ന BJPയുടെ രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്തായത് കടലോര മേഖലയുടെ വോട്ടെണ്ണിയപ്പോഴാണ്. അങ്ങനെ ക്രൈസ്തവർ എന്നും കോൺഗ്രസിനെ പിന്തുണച്ചിട്ടേയുള്ളൂ. എന്നിട്ടും ഒരു പ്രശ്നം വന്നപ്പോൾ കോൺഗ്രസുകാർ നൈസായിട്ട് അവരെ അങ്ങ് തേച്ചു. വഖഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് കേരളത്തിൽ നിന്നുള്ള MP-മാരോട് ആവശ്യപ്പെട്ട കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിലിന്റെ നിലപാടിനെ തള്ളുകയായിരുന്നു കോൺഗ്രസ്. ഒരിക്കലും തങ്ങൾക്ക് വഖഫിനെതിരെ നിൽക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് കോൺഗ്രസിന്റേത്. അങ്ങനെയാണെങ്കിൽ ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് കോൺഗ്രസ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്? പൊതുവെ ഞങ്ങൾ മതേതരാണ്, എല്ലാവരും ഒരുപോലെ കാണുന്നു എന്നൊക്കെ പറയുന്ന ഇവർ ഹിന്ദുക്കളെ നേരത്തെ തന്നെ ഉപേക്ഷിച്ചതാണ്. പറച്ചിലിൽ മാത്രമേ മതേതരത്വമുള്ളൂ. എന്നാൽ ക്രൈസ്തവരെ പോലും വകവെക്കാതെയുള്ള കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനം വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണോ? അതോ SDPI ഒളിപ്പിച്ചു വെച്ച കള്ളനോട്ടുകൾ ബാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും പരിഹരിക്കേണ്ടത് രാഷ്ട്രീയത്തിലുള്ളവരുടെ കടമയാണ്. ദുരിതം അനുഭവിക്കുന്ന മുനമ്പത്തെ ജനങ്ങൾ തങ്ങളുടെ വീടും സ്വത്തും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ്. അതിനാൽ കേരളത്തിലെ MP-മാർ ഇവരെ സഹായിക്കേണ്ടേ? പ്രീണന രാഷ്ട്രീയത്തിനായി ജനങ്ങളുടെ താല്പര്യങ്ങൾ ബലികഴിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസുകാർ. അത് തന്നെയാണ് VD സതീശന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം വഖഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് കേരളത്തിൽ നിന്നുള്ള MP-മാരോട് ആവശ്യപ്പെട്ട കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിലിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഭരണഘടനാപരമായ സ്വത്തവകാശം മുനമ്പത്തെ ജനങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ഉറപ്പാക്കുമെന്നാണ് ഈ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മതേതരല്ല, ഒരു വിഭാഗത്തെ മാത്രം സംരക്ഷിക്കുന്നതാണ് BJPയുടെ നിലപാട് എന്ന് കോൺഗ്രസുകാർ ഘോരം പ്രസംഗിക്കും. എന്നാൽ ആരാണ് മതേതരർ എന്ന് പ്രവൃത്തിയിലൂടെ തെളിയും. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.